ബസിന്റെ വാതിൽപ്പടിയിൽ നിന്ന് വീണ് സ്കൂൾ വിദ്യാർത്ഥിക്ക് പരിക്ക്. പത്തനംതിട്ട തിരുവല്ല പൊടിയാടിയിലാണ് ഈ അപകടമുണ്ടായത്. അവിടെ നിന്നുള്ള CCTV ദൃശ്യമാണ് ഈ കാണുന്നത്. CK അഭിലാൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. അഭിലാൽ, കുട്ടി ബസ്സിൽ നിന്ന് തെറിച്ചു വീഴുന്നതിൻ്റെ പടിയിൽ നിന്ന് വീഴുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കുട്ടിയുടെ പരിക്ക് എങ്ങനെയുണ്ട്? മാവേലിക്കര പാതയിലെ പൊടിയാടിയിൽ ഇന്ന് രാവിലെ 8:26 CCTV ദൃശ്യങ്ങൾ പ്രകാരം ഈ അപകടമുണ്ടാകുന്നത്. സ്റ്റോപ്പിൽ നിർത്തി വിദ്യാർത്ഥികളടക്കം യാത്രക്കാരെ ബസ്സിൽ കയറ്റുകയും പിന്നീട് ബസ് സ്റ്റോപ്പിൽ നിന്ന് പുറപ്പെട്ട ഏതാനും സെക്കൻഡുകൾക്കുള്ളിലാണ് പിൻ ഡോറിൽ നിന്നും കുട്ടി പുറത്തേക്ക് വീഴുന്നത്. ഹൈഡ്രോളിക് ഡോർ അടയ്ക്കുന്ന വേളയിലാണ് അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കുട്ടി റോഡിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നതും അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ് നിർത്താതെ കടന്നു പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഓടിക്കൂടിയ ആളുകൾ ഈ വാഹനത്തിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുകയും മനുകുമാർ എന്നുള്ള ഒരാൾ ഇരുചക്ര വാഹനത്തെ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് വാഹനം തടഞ്ഞു നിർത്തി ഈ നടപടി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വിദ്യാർത്ഥി ബസ്സിൽ നിന്ന് വീണു എന്ന വിവരം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ബസ് ജീവനക്കാരുടെ പ്രതികരണം. തിരുവല്ല MGM സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. മറ്റൊരു വാഹനത്തിൽ വിദ്യാർത്ഥി സ്കൂളിൽ വന്നിറങ്ങുകയും ഇപ്പോൾ ക്ലാസ്സിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാന അധ്യാപികയിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. കുട്ടിയുടെ പരിക്ക് അത്ര സാരമുള്ളതല്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം പരാതി ലഭ്യമായിട്ടുണ്ടെന്നും ബസ് ജീവനക്കാരെ വിളിച്ചു വരുത്തി വിശദാംശങ്ങൾ അന്വേഷിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് തിരുവല്ല പോലീസ് വിശദീകരിക്കുന്നത്. ബസിന്റെ വാതിൽപ്പടിയിൽ നിന്നാണ് സ്കൂൾ വിദ്യാർത്ഥി വീണ് പരിക്ക് പറ്റിയത്. പത്തനംതിട്ട തിരുവല്ല പൊടിയാടിയിലാണ് ഈ അപകടമുണ്ടായത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു പ്രതികരണം കൂടി കേൾക്കാം. കുട്ടി വീണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഓടിച്ചെല്ലുമ്പോൾ ഞാനും അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഓടിച്ചെന്ന് നോക്കുമ്പോൾ കുട്ടി കരഞ്ഞുകൊണ്ട് കൈയും ഇങ്ങനെ പിടിച്ചുകൊണ്ട് വയ്യാതിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, മോനെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ വണ്ടി ഡോർ അടഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പുറകോട്ട് ചാടിയതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതൊരു ഓട്ടോമാറ്റിക് ഡോറാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് അടച്ചപ്പം കുട്ടിക്ക് പിടിക്കാൻ വേറെ നിവൃത്തിയില്ലാതെ കുഞ്ഞ് ഒരുപക്ഷെ ചാടിയതാകാം, അല്ലെങ്കിൽ തെന്നി വീണതാകാം. അപ്പം അച്ഛനെ വിളിക്കണമെന്ന് വെച്ചാൽ കുട്ടി കരയുന്നത് കണ്ടുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ വണ്ടി യാതൊരു ഇതുമില്ലാതെ വണ്ടി വിട്ടു പോകുന്നത് കണ്ടത്. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്ത് അതിനെ ചേസ് ചെയ്ത് വണ്ടി ഞാൻ ബ്ലോക്ക് ചെയ്ത് ഞാൻ ആ കാവുംഭാഗത്ത് വെച്ച് ചോദിച്ചു, നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് ഒരു കുട്ടി വീണത് നിങ്ങൾ കണ്ടില്ലെന്ന് ചോദിച്ചപ്പം ഞങ്ങളത് കണ്ടില്ല, ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് കറങ്ങി കണ്ടക്ടറുടെ ഭാഗത്തേക്ക് വന്നപ്പോൾ അവിടെ അതേ യൂണിഫോമിലുള്ള കുട്ടികളെ കണ്ട്. അവരും പറഞ്ഞത് അവൻ ചാടിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, അപ്പം ഇവരെൻ്റെ നേരെ തിരിഞ്ഞു, അവൻ ചാടിയതാണ് കണ്ടില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അത് ചാടിയത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അവരെ വിശദീകരിച്ച് പറഞ്ഞു. ഡോർ ഇങ്ങനെ അടഞ്ഞതുകൊണ്ട് കുഞ്ഞിന് പിടിക്കാൻ മാർഗ്ഗമില്ലാതെ കുഞ്ഞ് തെറിച്ച് വീണതാണെന്നും പറഞ്ഞിട്ട് അവർ നിൻ്റെ ചേട്ടൻ്റെ മോനല്ലല്ലോ എന്ന് പറഞ്ഞ് എന്നോട് ചൂടായി. ഞാൻ പറഞ്ഞു, ആരുടെ മകനാണെങ്കിലും നിങ്ങൾ ചെയ്തത് ശരിയായില്ല, നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് കുറേ ആളുകൾ ഓഫീസിൽ പോകേണ്ട സമയമാണെന്നും 8:45 ഓഫീസിൽ എത്തണമെന്നും പറഞ്ഞതുകൊണ്ട് നമ്മൾ വണ്ടി മാറ്റി കൊടുത്ത് വണ്ടി വിടാൻ സമ്മതിക്കുകയായിരുന്നു ചെയ്തത്. ഗൗരവമുള്ള സംഭവമാണ്, അന്വേഷണം ആവശ്യമാണ്. ബസ് ജീവനക്കാർ കണ്ടില്ല എന്ന് പറഞ്ഞതൊക്കെ എത്രത്തോളം വിശ്വാസ്യയോഗ്യമാണ് എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്.